നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ടാണ്. ലെറ്റ്സ് പ്ലേ സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡായിട്ടാണ് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളെ കൂടെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ സാമി തിരിച്ചു തന്നിട്ടുണ്ട് വിത്ത് സ്കിൻ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇന്നത്തെ പ്ലാൻ പറഞ്ഞാൽ ഒരു വില്ലേജ് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാനാണ്. ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് വേണ്ടത് വില്ലേജേഴ്സിനാണ്. നമുക്ക് അവിടുന്ന് കൊണ്ടുവരണം. നെതറിലുള്ള ചെക്കന്മാരൊക്കെ ഉണ്ട്. നെതറിന് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഒറ്റ വയ്യേ ഉള്ളൂ. ആ ഒരു വയ്യ വെച്ചിട്ട് നമുക്ക് കൊണ്ടുവരാനേ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓഫ് ക്യാമറ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഷീൽഡ് കറക്റ്റ്. ഓക്കെ, ഷീൽഡ് ഇട്ടിട്ടുണ്ട്. ഇവിടെ വരാ ഇതുണ്ട്. ഇവന്മാരൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണേ. നമുക്ക് അയൺ കൊടുത്ത് ട്രേഡ് ചെയ്ത് കണ്ട് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കണേ. കുറച്ച് എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് ഇതൊക്കെ ഉണ്ട്. എമറാൾഡ് ഇതിനും പെണ്ണും തരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് കയ്യിൽ 27 എമറാൾഡ് ആരുടെയെങ്കിലും കയ്യിലുണ്ടാവും. 27 എമറാൾഡ്. അങ്ങനെ 15 ലെവലും ആയിട്ടുണ്ട്. ഓക്കെ, 3 ഉണ്ടാക്കാം കഴിച്ചു. 3. ഓക്കെ, അത് നമ്മൾ 8 എമറാൾഡ് ബ്ലോക്ക് കഴിച്ചു. റിച്ച് 8 എമറാൾഡ് ബ്ലോക്ക്. സെറ്റാണ്. നമുക്ക് കുറച്ച് വില്ലേജസിനെ കൊണ്ടുവരണം. ഒരു ആർമർ സ്മിത്ത് ഇവനെ ഞാൻ മാക്സ് ആക്കിയിട്ടുണ്ട്. മാസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഓന് മാസ്റ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓന് ഡയമണ്ട് ആർമറും ബൂട്ടും തന്നെ, ഹെൽമെറ്റും ബൂട്ടും തന്നെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരുത്തനും കുറച്ച് ആൾക്കാരും കൂടി കൊണ്ടുവരണം. ചെറുതാണ് ഒറ്റ ചെറുതാണ്. കണ്ടാലേ ഇവിടെയാണ് ഞാൻ ബെഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ സീക്രറ്റായിട്ട് ഒളിപ്പിച്ച ബെഡ്. കണ്ട അങ്ങനെ നമുക്കിനി നെതറിൽ പോയി കുറച്ച് പേര് കൊണ്ടുവരാൻ പോവാം. ആൻഡ് വാ നേരെ നെതറിലേക്ക് പോകാം. ഓക്കെ, ഞാൻ ഇത് കടക്കട്ടെ. കയറി വരൂ. അങ്ങനെ നമ്മൾ നെതറിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ഓഡിയോ പോയി. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ വോയിസ് ഓവറാണ് ചെയ്യണേ. നമ്മൾ നേരെ ഇങ്ങനെ വന്ന് ഓക്കെ, ഇവിടെ നമ്മളെ വില്ലേജർ ബ്രീഡറിൻ്റെ ഔട്ട്പുട്ട് നല്ല ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയത്. കാരണം നമ്മൾ അവിടെ ഞാൻ കുറേ നേരം എടുത്ത് വില്ലേജേഴ്സിനെ ഇങ്ങോട്ട് കൊടുന്ന് അവിടെ ഇങ്ങനെ പൂട്ടിയിട്ടപ്പോൾ എനിക്ക് ഇവിടെ അത്യാവശ്യത്തിന് വില്ലേജസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ കയറട്ടെ ഗൈസ്. ഓക്കെ, അത്യാവശ്യത്തിന് വില്ലേജസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് വില്ലേജസ്. ഞാൻ മേലെ കയറ്റ അല്ലെങ്കിൽ ഇമാർ ചാടിപ്പോവും. ഓക്കെ, അത് മാറണം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇത്രയും വില്ലേജേഴ്സിന് നമുക്ക് കിട്ടി. അതായത് ഒരു അയൺ ഫാം ഉണ്ടാക്കാനുള്ള വില്ലേജേഴ്സിനെ, ബേബി വില്ലേജസിന് കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് ഓക്കെ, അങ്ങനെ സക്സസ്ഫുള്ളി ഒരുത്തനുമായിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ ചെയ്യേണ്ട അടുത്തെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ഒരുത്തൻ ചെറിയ കുഞ്ഞിനെ നമ്മൾ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഓക്കെ, അവനെ സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തവനായിട്ട് നമ്മളെ സാം വരുന്ന കാര്യം കുറച്ച് മാറ്റി. ഓക്കെ, അവിടെ നിൽക്കട്ടാ. ആൻഡ് ഇവന്മാരിന് വലുതായിട്ടേ കാര്യമുള്ളൂ. നല്ല പേര് ജോലി എടുക്കുള്ളൂ. ഓക്കെ, സാം ഇതാ കൊണ്ടുവരണ്ട. ഒരുത്തനവനെ കൊണ്ടുവരണ്ട. നമുക്ക് നേരെ അയൺ ഫാമിൻ്റെ അവിടെ ഒരുത്തനും കൂടി കാണണം. പക്ഷേ അവനെ അവിടെ ഉണ്ടാകുന്നാവോ? ഞാൻ ഫുഡ് അടിക്കട്ടെ. ഫുഡ് പഴിച്ചിട്ട് വെച്ചാൽ നമുക്ക്. ഓക്കെ, ഫുഡ് അടിക്കട്ടെ. നമുക്ക് വരെ ഫ്ലക്ചേഴ്സും ആർമറും ആക്കാനാണ്. ഫ്ലക്ചേഴ്സും ആർമറിനാണ് ആക്കാനുള്ളത്. പിന്നെ ബാക്കി വില്ലേജസിനൊക്കെ അങ്ങനെ സെറ്റാക്കിക്കണം. ഞങ്ങൾ ഓഫ്ലൈനിൽ ഇരുന്നാണ്ട് അവിടെ ഫുള്ള് സെറ്റപ്പ് ആക്കും. കുറേ വില്ലേജസിന് കുറേ വില്ലേജസ്, അത്യാവശ്യം 10-35 വില്ലേജസിനാണ് കൊണ്ടുവരും. എന്നിട്ട് ഓരോ ഫുള്ള് ട്രേഡിങ് ഫുള്ള് സെറ്റപ്പ് ആക്കി എടുക്കും. മാത്രമല്ല അത്യാവശ്യം നമുക്ക് ഇത് വേണം. നല്ലോണം നമുക്ക് എമറാൾഡ് വേണം. ഇവർക്ക് എമറാൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആപ്പാടുള്ള അയൺ ഫാമാണ്. അയൺ ഫാമിന്ന് അത്യാവശ്യത്തിന് FT നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് ഈ ഇതൊക്കെ കിട്ടും. അതുകൊണ്ട് നമുക്ക് അത്ര വിഷയം. ആൻഡ് നമുക്ക് ഷുഗർ കെയിൻ ഫാം അടുത്ത എപ്പിസോഡിലായിട്ട് വരും. പിന്നെ ഇത് നമ്മൾ ഈ ഒരു അയൺ ഫാം ഇപ്പോൾ വർക്കാവും ഗൈസ്. അവിടെ വെക്കാറുണ്ട്. ഓരവിടെ വെക്കേണ്ടിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ വെച്ചാളെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിവിടെ എവിടെയെങ്കിലും ആയിട്ട് ഒരു ചെറിയ വില്ലേജർ മതി എന്നാൽ ഈ അയൺ ഫാം കൊളാവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ ബേബി വില്ലേജസിനും ഇവിടെ കൊണ്ടുവരാണ്. പെട്ടെന്ന് നമ്മൾ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഇവർ പെട്ടെന്ന്
സ്പോൺ ആവണത് പോയി കിട്ടും, പിന്നെ സ്പോൺ ആവില്ല, പിന്നെ കുറേ നേരത്തിന് ഇതായി ഇങ്ങനെ ലാഗ് ആയിക്കൊണ്ട് നിൽക്കും, നമുക്ക് പറ്റൂല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ കൈക്ക് 8 എമറാൾഡ് ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, അവന് ഇവിടെ വരെ കവർ ചെയ്ത് വെച്ചാളാ. ഞാൻ ബ്ലോക്സ് ഉണ്ടാവും നോക്കട്ടെ. ഈ പ്ലാങ്ക്സ് വരട്ടെ. ആൻഡ് ഒരു 2 ബ്ലോക്ക് ഹൈറ്റ് മതി. ഇവരെ മേലെ ഞാൻ വെക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടാളും ഒരൊറ്റ ബോട്ടിലാക്കാതാണ് ബെസ്റ്റ്. നമുക്കത്രയും ബ്ലോക്ക് ലാഭിക്കാം. ഇതിനൊക്കെ ഗ്രീൻ കോട്ടുള്ളവനുണ്ടെങ്കിൽ തീർന്ന് കഴിച്ചു. കാരണം നമുക്ക് ഗ്രീൻ കോട്ടുള്ളവനെ ഒരുമാതിരിയാണ്. കാരണം ഒരു പണി എടുക്കൂല, പിന്നെ പണി എടുക്കണവരെ പണി എടുക്കാൻ അയക്കൂല. അങ്ങനത്തെ ഒരുമാതിരി സാധനം അവരെ തട്ടിക്കളയണം, നമ്മൾ തട്ടണം. തന്നെ അറിയാതെ അടിച്ച് കഴിച്ചു, സോറി. പെട്ടെന്ന് വലിക്ക് ബാക്ക് വരുക. ഇതെന്താ വെച്ചാൽ അവിടെ നമുക്ക് 2 ബ്ലോക്ക് ഉള്ളിൽ നമുക്ക് അങ്ങനെ സെറ്റപ്പ് ആക്കി വെക്കാൻ പറ്റും. കണ്ടാൽ നല്ല കിടിലനായിട്ട് വരെ നിൽക്കും. പൊട്ടാഴ്ച അതിൻ്റെ ഉള്ളിൽ കയറല്ലേ. വാ, പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി നേരെയാ. ബോട്ട് ക്ലച്ചൊക്കെ ചെയ്യണേ. ബോട്ടൊക്കെ വെച്ചിട്ട് എങ്ങനെ എസ്കേപ്പ് ആണെന്ന് വെച്ചോ ഗൈസ്. നമ്മളെ അത്യാവശ്യത്തിന് ലീഡുണ്ട് ഗൈസ്. എന്ത് കാട്ടാനാ ഈ ഫുള്ള് 1 റിട്ടയേഴ്സ് വരുന്നതുകൊണ്ട് നമുക്ക് കുറേ കിട്ടുന്നുണ്ട്. ഈ ഒരു സാധനം നമുക്ക് ഇവരെ അടച്ചു വെക്കേണ്ട ഗൈസ്. ഇവരെ സഫക്കേറ്റ് ചെയ്തിട്ട് ചത്താൽ പിന്നെ നമ്മൾ പിന്നെയും കൊണ്ടുവരേണ്ടി വരും. അതാ പ്രശ്നം. അതാണ് ഒരുമാതിരിയാണ് ഇവർ പിന്നെയും കൊണ്ടുവരാൻ എത്ര പണി അറിയോ. ഇവർ പറഞ്ഞു കൊടുത്ത് കേൾക്കൂല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ആഫ്റ്റർ നിൽക്കേണ്ടി വരും. അതുവരെ ഞാൻ വില്ലേജർ ബ്രീഡറിൽ എന്തെങ്കിലും സെറ്റപ്പ് ആക്കട്ടെ. അതുവരെ ഞങ്ങൾ അയൺ ഫാം. പിന്നെ ഗൈസ് എനിക്കൊരു കിടില സോഡ് കിട്ടി. അതിൽ ഷാർപ്നെസ് 4 ഗൈസ്, ഷാർപ്നെസ് 4 ആൻഡ് ഫയർ ആസ്പെക്ട് 2. അതായത് ആ കിടിലൻ സോഡ് പറഞ്ഞാൽ കിടിലൻ സോഡ്. അതായത് അത് വില്ലേജേഴ്സിനെ കൈകൾ ട്രേഡ് ചെയ്തപ്പോൾ നല്ല കിടിലൻ സോഡ് ഒരുത്താൻ തന്നി. അപ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് ഷാർപ്നെസ് 4 അത് അങ്ങനത്തെ കിടിലൻ സോഡ് കിട്ടി. നമുക്ക് ഭയങ്കര ഗുണമുള്ള സാധനമാണ് കേസ്. നമുക്ക് പെട്ടെന്ന് നമ്മൾ പിന്നെ കൊല്ലുമ്പോൾ നമുക്ക് ഫുഡ് കുക്കായിട്ട് കിട്ടും. അതാണ് വേറെ കാര്യം. ഇനി ഒരു വലുതാണ് ഞാൻ ഓനോട് AFK നിൽക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഓനക്ക് ആ സോഡ് ഓനക്ക് ഞാൻ കൊടുത്തതാണ്. പിന്നെ ഓൻ്റെ കൈക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വേങ്ങിയതാണ്. ഓനക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് വെച്ചിട്ട് ആൻഡ് ഞങ്ങൾക്ക് ഗൈസ് പിന്നെ വേറെ സംഭവം ഉണ്ട്. ഞങ്ങൾക്കൊരു ഗോഡ് ബൂട്ട് കിട്ടി ഗൈസ്. അതായത് ഞാനൊന്ന് ട്രാവൽ ചെയ്ത് നമ്മളെ ഈ ചുറ്റുഭാഗമൊക്കെ കാണാൻ വേണ്ടി പോയപ്പോൾ വാട്ടറിൻ്റെ അടിയിൽ നമ്മളെ ഓഷ്യൻ്റെ അടിയിൽ നമുക്ക് എന്താണ് റോയിൻ്റെ നെതർ പോർട്ടൽ അത് 2 കിട്ടിയതാണ്. ഒരു ഗോഡ് സാധനം ഗൈസ്. ഗോഡ് പറഞ്ഞാൽ ഗോഡ് അതിൻ്റെ അത്ര വരൂല വേറൊന്നും. അജാതി സീന് സാധനം. അതിൽ മെൻറ്റിങ്ങും അൺബ്രേക്കിങ് ചെയ്യുക. അത് അൺബ്രേക്കിംഗ് ഉണ്ട്. ത്രോൺസ് ഫുള്ള് എൻചാൻമെൻറ്റ്സൊക്കെ ഉള്ള സാധനം നമുക്ക് യൂസ്ഫുൾ ആകും. കാരണം നമുക്ക് നെതറിലൊക്കെ പോകുമ്പോൾ ഫോൾ ഡാമേജും പിന്നെ ത്രോൺസൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ. നമുക്ക് പിന്നെ കുറേ വില്ലേജസിനാകുമ്പോൾ നമുക്ക് ഈ ഒരു ഇതൊക്കെ തന്നെ നമുക്ക് ഒരാൾക്ക് തന്നെ ട്രേഡ് ചെയ്ത് വാങ്ങാൻ കഴിയും. ഇതുണ്ടോ, അതായത് ഇതല്ല ഡ്രോപ്പ് ചെയ്ത് ഓക്കെ. ഇതാണ് സാധനം കണ്ട ഗൈസ്. പ്രൊട്ടക്ഷൻ 3, ഫെദർ ഫാളിങ് 4, ഡെപ്ത് സ്ട്രൈഡർ 3 ആൻഡ് ത്രോൺസ് 2 ആൻഡ് അൺബ്രേക്കിംഗ് 3 സാധനം. എൻ്റെ പൊന്നെ ഇജാതി സാധനം. അവനക്ക് നമുക്ക് കണ്ട അത് കിട്ടില്ല. നമുക്ക് വാല്യുബിൾ പെട്ടി നമുക്ക് എടുത്ത് വെച്ചേക്കാം, നമുക്ക് ഗുണപ്പെടും. ആൻഡ് ഞങ്ങൾക്കൊരു എൻ്റർപേൾ കിട്ടി ഗൈസ്. എൻ്റർപേൾ നമ്മൾ നെതർമാനെ കൊന്നാണ്. അപ്പോൾ നമുക്ക് എൻ്റർമാനെ കൊന്നപ്പോഴാണ് ഈ സാധനം കിട്ടിയത്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായി. ആൻഡ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വലുതായി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലുതായി കുറച്ച് നേരം എഫ് എന്നപ്പോൾ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സെറ്റായിട്ടുണ്ട്. നമ്മൾ 2 പേര് അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഗ്രീൻ കോട്ട് ഒരുത്തന് പോയ ഗൈസ്, അത് വലിയ കിട്ടലാണ്. നമുക്കിനി ഇവിടെ ബിൽഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ തന്നെ നിൽക്കട്ടെ തോന്നുന്നു. കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വലിയ 2 മൂക്കാളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2 പേര് കിടില ആൾക്കാരാണ്. ഓക്കെ വലിച്ചിട്ടുണ്ട്. പക്ഷെ അത് കൂടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നോ, ഒന്ന് ശരിയാക്കി. പക്ഷെ ഞാനത് കുറച്ചാണ്. ഫുഡടി പൈക്കുണ്ട് കേസ്. പൈച്ചിട്ട് വെച്ചാൽ വിശക്കണുണ്ട്. ഫുഡടിച്ച് നമ്മൾ സെറ്റായിട്ടുണ്ട്. വലി ഓക്കെ. ഇവർ 2 പേര് വലുതായിട്ടുണ്ട്. ഇവരെ കുറച്ച് മാറ്റി നിർത്തണം. ആൻഡ് ഇവിടെ നമുക്ക് ബാക്കി ഇവിടെ ഇങ്ങനെ ബിൽഡ് ചെയ്യണം. ഇതിൻ്റെ കൂടെ നമുക്ക് ബിൽഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ ആക്സെറ്റ് ഫുള്ള് പൊട്ടിക്കട്ടെ. ഓക്കെ,
ഗൈസ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അത്യാവശ്യത്തിന് ടൈം എടുത്തിട്ടൊക്കെയാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ മേക്ക് ഷുവർ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഭയങ്കര സന്തോഷമാക്കുന്നതാണ്. പിന്നെ ഈ 2 ഡിങ് ഡോങ്ങുകൾ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണുള്ളൂ, അല്ല വേറെ ഒന്നും കാട്ടണില്ല. ഇതിൻ്റെ അപ്പുറത്ത് വരും ഗൈസ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളെ ഇതിൻ്റെ വില്ലേജേഴ്സിൻ്റെ ട്രേഡിംഗ് ഹാൾ ബാക്കി വരും. ഇതിനെപ്പോലെ നമ്മൾ കുറച്ച് 2 കൂടി എക്സ്ട്രാ ഉണ്ടാക്കും. കാരണം ഇത് ഫുള്ള് എമറാൾഡിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. എമറാൾഡ് വേണ്ടി നമ്മൾ ഉണ്ടാക്കണതാണ്. പിന്നെ ഫുഡിന് വേണ്ടിയിട്ട് ഫുള്ള് ഗോൾഡൻ ക്യാരറ്റിന് വേണ്ടിയിട്ട് കുറേ വില്ലേജസ്, അതായത് ഒരു സൈഡ് ഫുള്ള് നമ്മൾ ഇതാക്കാനാണ് പ്ലാൻ. പക്ഷെ അത് നമുക്ക് അത്ര യൂസ്ഫുൾ ആവണമെന്നില്ല. പക്ഷേ ചിലപ്പോൾ നമുക്ക് ഫുഡിന് വേണ്ടി ക്ഷാമം വരില്ല ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ക്രോപ്സൊക്കെ പ്ലാന്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓരോരുത്തർ ട്രേഡ് ചെയ്ത് നമുക്ക് എമറാൾഡ് ഒപ്പിക്കാം. അത് വേറെ കാര്യം. നമുക്ക് പിന്നെ ഒരു സൈഡ് ഫുൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻചാൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതാ അങ്ങനെ നമ്മൾ രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ കുറച്ച് വുഡ് കളക്ട് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ എന്താ നമ്മളെ മൈൻഡ് ക്രാഫ്റ്റിലെ സൺസെറ്റും കൊണ്ട് സാം അവിടെ ഫുഡ് എറിഞ്ഞ് കളിക്കുന്നുണ്ട്. നമ്മൾ പോയി കിടക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിതാ ബിൽഡ് ചെയ്യാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വിജയശ്രീ ലാളിതനായി. അങ്ങനെ നമ്മൾ വിജയശ്രീ ലാളിതനായി നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മളെ ഫുൾ പവറിലെത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ സൈഡിൽ ഫുള്ള് ഷുഗർ കെയിൻ ഫാം നട്ട് കേസ്. അപ്പോൾ ഷുഗർ കെയിൻ നട്ടിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് വില്ലേജസിനായിട്ട് ട്രൈഡ് ചെയ്യാൻ കഴിയും. ട്രൈഡ് നമുക്ക് അത്യാവശ്യത്തിന് ഒരു വലിയ മരം അവിടെ വളർന്നിട്ടുണ്ടെങ്കിൽ അതിനെ മുറിച്ചപ്പോൾ കിട്ടിയതാണ് 22 വുഡ്. അങ്ങനത്തെ 34 വുഡ്. ഓക്കെ, സോറി. ഓക്കെ, ഞാൻ വോയിസ് ഓവർ ചെയ്യുകയാണ്. കാരണം ഇതിന് ഓഡിയോക്കൊക്കെ എന്തോ ക്വാളിറ്റിയോ പോരാത്തതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. ചിലപ്പോൾ ഞാൻ ക്ലിപ്സ് ഒന്നും റെഡിയായി വരില്ല. ഞാൻ ഇതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് കോബിൾ സ്റ്റോൺ എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് സ്റ്റോൺ വേണം. സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് സ്റ്റോൺ ബ്രിക്സ് ആക്കണം. ബ്രിക്സ് ആക്കിയാൽ നല്ല രസം ഉണ്ടാവും. കാരണം നമ്മളെ ബിൽഡിൽ നമ്മൾ ബ്രിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. ഈ വില്ലേജേഴ്സിൻ്റെ 4 കോർണർ അത്ര യൂസ്ഫുൾ അല്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ പൊട്ടിച്ചെടുക്കുകയാണ്. ആൻഡ് പെട്ടെന്ന് പൊട്ടിക്ക്. ഓക്കെ, ആൻഡ് നമുക്കിത് മതി എടുക്കണം. ഓക്കെ, ഇവർ ഭയങ്കര കിടിലം ഫാം കിട്ടുക. ഇതിന് ഒരു പ്രശ്നം ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വില്ലേജേഴ്സൊക്കെ റിട്ടേൺ വരും. നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇവരിങ്ങനെ അറ്റത്ത് വന്നിക്കുമ്പോൾ ജസ്റ്റ് താഴത്തോട്ട് വീഴാൻ നമ്മൾ അടിക്കും. അപ്പോൾ ഒരു നേരെ നെതർ പോർട്ടിൻ്റെ ഉള്ളിൽ കയറും. പിന്നെ ഒരു ബേബി വില്ലേജസ് സ്പോണാവില്ല. കാരണം ആ ബെഡിൽ ഒരു ലിങ്കായി കിടക്കും. അപ്പോൾ മനസ്സിലാവില്ല വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ആകുമ്പോൾ സോംബീസ് അവിടെ ഇങ്ങനെ പോയി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുക. നമുക്ക് ഈ സ്റ്റോൺ ബ്രിക്സൊക്കെ ഒന്ന് പെട്ടെന്ന് ചൂടാവട്ടെ. ഓക്കെ, അതുവരെ നമുക്ക് ചൂടായിട്ട് റെഡി ആയിട്ട് കാണാം. പിന്നെ ഞാനിവിടെ ഗൈസ് നമ്മൾ അപ്പുറത്ത് കുറച്ച് ഒരു വില്ലേജ് കിട്ടി. ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ ഒരു വില്ലേജും കിട്ടിയിട്ടുണ്ട്. ആ വില്ലേജിൽ നിന്ന് കുറേ സാധനങ്ങൾ കിട്ടി. അവിടുന്ന് കുറച്ച് സംഭവങ്ങൾ കിട്ടി. നമ്മൾ നേരെ നമുക്കിനി ഒരു ഇത് വേണം. എന്താ വെച്ചാൽ ആർമർ സ്മിത്തിന് ഉണ്ടാക്കാനാണ്. ആർമർ സ്മിത്തിന് ഉണ്ടാക്കാൻ നമുക്ക് ബ്ലാസ്റ്റ് ഫേർണസ് വേണം. ബ്ലാസ്റ്റ് ഫേർണസ് നമ്മൾ അപ്പുറത്തെ വില്ലേജിൽ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഊഹം. നമ്മൾ ബ്ലാസ്റ്റ് ഫേർണസ് എടുക്കാൻ നമ്മൾ അപ്പുറത്തെ വില്ലേജിലേക്ക് പോകണേ. നമ്മളെ വില്ലേജ് തന്നെ എല്ലാം നമ്മൾക്ക് തന്നെ. ഇതിൽ ഞാനും സാമും കൂടി ഉണ്ടാക്കിയൊരു ഞാനും സാമും കൂടി കളിച്ച് തുടങ്ങുകയാണ്. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ കിടിലം വേർഡൊക്കെ തുടങ്ങണം തന്നെ. അപ്പോൾ എനിക്ക് തന്നെ ഇത് വലിയ കിട്ടലാണ്. കാരണം ഞാൻ ഇങ്ങനത്തെ കിടിലം ഫോംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫുള്ള് സാമും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിലെത്തണേ. നമ്മൾ പെട്ടെന്ന് ഈ വില്ലേജിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇനി ആർമർ സ്മിത്തിൻ്റെ ഒരു ഇതുണ്ട്. ഈ വില്ലേജിൽ ഇനി ഒരു വില്ലേജറും ചെയ്യാന്നാണ് തോന്നുന്നത്. കാരണം ഒരൊറ്റ വില്ലേജറും ഉണ്ടാവില്ല എന്ന് എൻ്റെ ഒരു ഊഹം. കാരണം ഞാൻ ഇതിൻ്റെ ഏകദേശം എല്ലാ വില്ലേജസ് കുറേയൊക്കെ ചത്തു പോയിട്ടുണ്ട്. കുറേ വില്ലേജസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ട്രേഡിങ് ഹാളിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടാൻ വരെ തന്നെ കൊടുക്കുന്നത്. അത് അവിടെ നിന്ന് നമുക്കൊരു ബ്ലാസ്റ്റ് ഫോർണസ് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ സ്മൂത്ത് സ്റ്റോൺ എടുക്കുക. സ്മൂത്ത് സ്റ്റോൺ നമുക്ക് ആവശ്യം വരും. കാരണം ഈ ആർമർ സ്മിത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ആവശ്യം വരും. ഒരു സൈഡിൽ 10 വില്ലേജേഴ്സ് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 20 വില്ലേജേഴ്സ് നമുക്ക് ഇതിനെന്താവും, ഇതിന് വേണ്ടിയിട്ടുണ്ടാവും. ഇത് ആർമർ സ്മിത്ത് എമറാൾഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഫുഡ് സോഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ കുറച്ച് വില്ലേജസിന് മതി. ഒരു 5 6 ഒക്കെ മതി. ബാക്കി ഫുൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻചാൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. എൻചാൻമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ്. എൻചാൻമെൻറ്റ് ബുക്സിന് അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഡോറോർക്ക് ഓക്കെ, നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ,
നേരെ വീട്ടിലൊക്കെ വന്നിട്ട് ഒട്ടും നേരം കളിയണില്ല. നമ്മൾ ലാഗാക്കാതെ പെട്ടെന്ന് പോകാൻ നോക്കുകയാണ് ഗൈസ്. പെട്ടെന്ന് പോകാൻ നോക്കുകയാണ്. ഓക്കെ, നമുക്ക് നേരെ വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ വിജയ് ശ്രീലാളിതനായി അവിടെ നമുക്ക് സ്മൂത്ത് സ്റ്റോണും കിട്ടി ആൻഡ് നമുക്ക് ബ്ലാസ്റ്റ് ഫോണസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഫുള്ള് സെറ്റപ്പോടെ നമ്മളുടെ കരിമീൻ തോട്ടത്തിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് അത്ര ബിൽഡിങ്സ് ഒന്നും അറിയില്ല, കാരണം ഞാൻ മൈൻക്രാഫ്റ്റ് അത്യാവശ്യത്തിന് കുറേ കാലമായിട്ട് ഞാൻ കളിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്നേവരെ ഈ ഗെയിം ബീറ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഒരു വട്ടത്തെ ബെഡ് വാർസ് കളിച്ചാൽ പിന്നെ അതിൻ്റെ ബെഡ് വാർസൊക്കെ ഇട്ടിട്ടും ഗെയിമായി തോന്നി. അത് പിന്നെ അതിനുശേഷം ഞാൻ ബെഡ് വാർസേ കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ബീറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു വേൾഡിൽ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും കൊള്ളാം. പിന്നെ ഈ പൊട്ടാറ്റൊക്കെ ഞാൻ ആ വില്ലേജിൽ നിന്ന് ഒപ്പിച്ചോടുന്നതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ലാഗ് ഉണ്ടാവും, കാരണം നമ്മൾ റെക്കോർഡും കൂടി ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലാഗൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും. അവിടെ ഇതിൻ്റെ ഇതോടാ ഇജെടുത്ത് പറഞ്ഞോ, ഇജോടാ സ്റ്റോൺ ഓടാ, സ്റ്റോണ് മര്യാദക്ക് പറഞ്ഞോ, സ്റ്റോൺ ബ്രിക്കും വേണം നമുക്ക്. ഓന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ മീനക്കുട്ടീനെ കൊടുത്തിരുന്നു ഗൈസ്. മീനക്കുട്ടി എനിക്ക് ആ ജംഗിളിൽ നിന്ന് കിട്ടിയിരുന്നു മീനക്കുട്ടീനെ. പക്ഷേ മീനക്കുട്ടി അങ്ങോട്ട് കൊടുന്നപ്പോൾ നമ്മളെ ശ്രുതിൻ്റെ കേവ് ലൈഫ് ആയിരിക്കും ഓർമ്മ ഉണ്ടെങ്കിൽ അതിൽ ശ്രുതിനെ മീനക്കുട്ടി ചത്ത പോലെ എൻ്റേത് അങ്ങനെ ചത്തുപോയി. അതാണ് ഉണ്ടായത്. ആക്ച്വലി ഞാനത് ചത്തുപോയി. എനിക്കത്ര വിഷയമൊന്നും ചെയ്യുന്നു. പക്ഷെ എന്നാലും അത്യാവശ്യത്തിന് 1000 ബ്ലോക്സ് ഒക്കെ ട്രാവൽ ചെയ്തിട്ട് നമുക്ക് കിട്ടി തന്നെ. ഓക്കെ, നമുക്കൊരു ബ്ലാസ്റ്റ് ഫർണസിനും കൂടെ ഉണ്ടാക്കാം. കാരണം നമുക്ക് രണ്ടെണ്ണത്തിന് വേണ്ടി ഒരു കാരണം. ഒന്ന് നമുക്ക് ഹെൽമെറ്റും ബൂട്ടും തരണമെങ്കിൽ ഒന്ന് നമുക്ക് ചെസ്റ്റ് പ്ലേറ്റും ലെഗിനും തരും. അതാണ് വലിയ കിട്ടലാണ്. പിന്നെ നമുക്ക് ബെഡ് വാർസ് കളിച്ചാൽ കഴിച്ചു നമുക്ക് പീക്കാ നെറ്റ്വർക്കിൽ കളിക്കാനാണ്. ജാവ കളിക്കുന്നുണ്ട്, എൻ്റെ ലാബിൽ ഞാൻ കളിക്കലുണ്ട്. പക്ഷെ അത് യൂസ്ഫുൾ എന്ന് എനിക്ക് ഭയങ്കര എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല. കാരണം റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്കെന്തോ വീഡിയോ ലാഗി ആയിട്ട് തോന്നുന്നു. ലാഗി നമ്മൾ നേരെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളെ വില്ലേജർ ട്രേഡിങ് ഹോളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് വില്ലേജസിനെ 5 വില്ലേജസിനായിട്ടേ കൊടുത്തിട്ടുള്ളൂ. ഇനി ബാക്കി ഇതിനെ എക്സ്റ്റെൻഡ് ആക്കിക്കോളാം. ഈ അപ്പുറത്തെ സൈഡിലൊക്കെ ഞാൻ സെറ്റപ്പ് ആക്കും. അതൊന്നും നിങ്ങൾ വീട്ടിൽ ചെന്നൊക്കെ സെറ്റ് ആക്കിക്കോളാം. ഓക്കെ, പിന്നെ ഈ വീഡിയോ എടുക്കാൻ നമ്മൾ കുറേ നേരം എടുക്കേണ്ടി കഴിച്ചത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം കട്ട് ചെയ്ത് വീഡിയോ ഷോർട്ടാക്കിയിട്ടാണ് വിടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങനെ വെക്കുക. ഇവിടെ ഇങ്ങനെ 2 ബ്ലോക്ക്, ഇവിടെ ഇതേപോലെ ഇങ്ങനെ 2 ബ്ലോക്ക്. ഇതിനുള്ളിലാണ് വില്ലേജർ നിൽക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇവിടെ നമ്മൾ വുഡ് വെച്ചെടുക്കണം. ഓക്കെ, നമ്മൾ നേരെ ബിൽഡ് ചെയ്യാൻ തുടങ്ങുക. ഇവിടെ ഇങ്ങനെ നമ്മൾ 2 ബ്ലോക്ക് വെക്കണം. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഇത് കൊണ്ടുപോകണം. പിന്നെ സിമെട്രി കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുവരുന്നത്. ഇതിനെനിക്ക് സാധാരണ കുറേ പ്ലേസ് ചെയ്യണ പോലെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി അറിയില്ല. ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഫുള്ള് കൊളായിക്കൊണ്ടാണ്. ഓക്കെ, എന്നിട്ട് ഇവിടേക്ക് ഒരു 2 ബ്ലോക്ക്, അവിടെ 2 ബ്ലോക്ക് ആൻഡ് ഇങ്ങനെ ഒന്ന് ഞാൻ 2 ബാക്കിന് സൈഡിലായിട്ട് നമുക്ക് 4 വേണ്ടി വരും. നമുക്ക് സ്റ്റോൺ ബ്രിക്സ് നമുക്ക് അത്യാവശ്യമാണ്. സ്റ്റോൺ ബ്രിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് കിടിലനായിട്ടുണ്ടാവും. നമ്മൾ ചെയ്തിട്ട് എന്തോ തെറ്റുണ്ട് കേസ്. ഇത് ശരിയാണ് കേസ്, അല്ല ഇത് തെറ്റിയാണ് കേസ്. ഞാൻ ഒരു ബ്ലോക്ക് എക്സ്ട്രാ വിട്ടുപോയി. ഞാൻ വോയിസ് ഓവർ ചെയ്യണം കേസ്, അതുകൊണ്ടാണ്. ഓക്കെ, അത് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ മൈനിങ് ഏരിയയിലൊക്കെ വരുന്ന ആ സംഭവം സെറ്റപ്പ് ആക്കി വെച്ചാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അതിൻ്റെ സിമിട്രി കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ സൈഡ് നമുക്ക് വെക്കാം. ഓക്കെ, പിന്നെ അടുത്ത വീഡിയോ നമ്മൾ ഒരു ഷുഗർ കൂൺ ഫാം ഉണ്ടാക്കണം. നമുക്ക് നല്ല ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കി നമുക്ക്
നമ്മളെ ഈ സാധാ വില്ലേജേഴ്സ് മറ്റേ നമ്മളെ ഈ വില്ലേജേഴ്സ് ഉണ്ടല്ലോ, ഇത് നമ്മളെ ഫ്ലക്ചേഴ്സ് മറ്റേ പൊട്ടന്മാർ ഇത് ലൈബ്രറീൻസ് നമുക്ക് നല്ല പേപ്പർ കൊടുത്താൽ നമുക്ക് എമറാൾഡ് തന്നെ ട്രേഡ് ഉണ്ട്. അത് നമുക്ക് യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് ബുക്സൊക്കെ വാങ്ങണമെങ്കിൽ അവരൊക്കെ നമുക്ക് ട്രേഡ് ചെയ്ത് വാങ്ങുന്നതാണ്. നമുക്ക് ജാവ എഡീഷനിൽ കളിക്കണം എന്നുണ്ട്. പക്ഷേ ഞാൻ സാമിന് അത് മൊബൈലിൽ കളിക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ വീഡിയോ സെറ്റാക്കുന്നത്. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്ക് വരും. കാരണം പൂജാവി ലോഞ്ചർ എന്ന് പറഞ്ഞ ലോഞ്ചറാണ് സംഭവം. ആക്ച്വലി ആ ലോഞ്ചറിന് അറിയാത്ത കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, അറിയണവർ കൂടുതലാണ്. ഞാൻ 4 ഇതിരിക്കട്ടെ, അത് ഫുൾ അടക്കട്ടെ. പിന്നെ അയ്യല്ലോ. പിന്നെ നമ്മൾ കുറേ വില്ലേജസിനെ വെച്ച് നമ്മൾ കൊളാക്കുന്നില്ല, നമ്മൾ കുറച്ച് വില്ലേജസിനെ വെക്കുന്നുള്ളൂ. കാരണം കുറേ വില്ലേജസ് ആകുമ്പോൾ ലാഗ് ചെയ്യിക്കാനും നമുക്ക് ഫുള്ള് ലാഗ് ചെയ്യിക്കാനും ഈ ഒരു ചങ്ക് ഫുള്ള് ലാഗാവും. ഒരു ചില കുറേ അനോയിങ് ആയിട്ടുള്ള മോബ് കിട്ടിയാൽ യൂസ്ഫുൾ ആവണ മോബാണ് ഈ വില്ലേജസ്. അങ്ങനെയാണ്. നമുക്ക് കുറച്ചൊരു എപ്പിസോഡും കൂടി ഉണ്ടാവുള്ളൂ നമ്മളെ ഈ ഒരു ലെറ്റ്സ് പ്ലേൻ്റെ. അങ്ങനെ നമ്മളെ ലെറ്റ്സ് പ്ലേ നമ്മൾ ഡ്രാഗനെ കൊല്ലാൻ പോകും. അതേപോലെ കുറേ ഫാം ഉണ്ടാക്കും. കുറേ ഗോൾഡ് ഫാം ഉണ്ടാക്കണം, ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കണം, ക്രീപ്പർ ഫാം വരെ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നമ്മളെ ഇത് സ്റ്റോൺ റെഡി ആയിട്ടുണ്ട്. സ്റ്റോൺ നമ്മളെ ഓൾറെഡി ഒരു ഇതുണ്ട് സ്റ്റോൺ. നമ്മൾ വുഡിന് പകരം നമ്മൾ പ്ലാങ്ക്സ് ആക്കി വെക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി ഇച്ചിരി കൂടി ഒന്നുമില്ല. അപ്പം പിന്നെ ഇതിങ്ങനെ ഓരോ വുഡ് ഇങ്ങനെ വെക്കേണ്ടതിന് പകരം എനിക്ക് ആ മണ്ടത്തരം പറ്റിയതാണ് കേസ്. ഡ്രോപ്പ് ചെയ്യല്ല. ഞാൻ ആ ബിൽഡ് ചെയ്ത് ഫുള്ള് കുക്കായതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ സ്ഥലത്ത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഈ ഒരു ബ്രിക്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി കഴിഞ്ഞ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല ഞാനിത് ചെയ്ത് തെറ്റാണെന്ന്. അതിൻ്റെ സിമിട്രി പോയി, അതാണ് ഉണ്ടായത്. ഫുള്ള് വെട്ടിക്കളയണമെന്ന് ഞാനൊരു ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്ത്. അതുകൊണ്ടാണ് ഇങ്ങനെ. അതിൻ്റെ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ കുറേ വലിയൊരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കും. അത്യാവശ്യത്തിന് വലുതേക്കാരം. ആൻഡ് AFK ആയിക്കാരം നമ്മളെ അയൺ ഫാമിൻ്റെ അടുത്തേക്കാരം. കാരണം അയൺ ഫാമത്തെ അയണോ പിന്നെ ഇതിത്തെ ഈ ഷുഗർ കെയിനും വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം വില്ലേജസ് ആവണം. ഞാൻ വെച്ചത് കൊളായി ഗൈസ്, കണ്ട ഞാൻ വെച്ചത് കൊളായി. ഫുള്ള് പൊട്ടിക്കട്ടെ. ഓക്കെ ഫുള്ള് കൊളാവാണല്ലോ ഗൈസ്. എന്താ അറിയില്ല ഗൈസ്, ഞാൻ കുറച്ച് പണ്ടേ സീനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ ഗൈസ് ഇതെനിക്ക് ഇഷ്ടമല്ല, ഈ സ്ട്രിപ്പായി പോണത് എനിക്ക് തുള്ളി ഇഷ്ടമാണ്. നമുക്ക് ഇവിടെ ഫുള്ള് സൈഡിൽ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇവന്മാരെ നമുക്ക് ഇങ്ങോട്ട് വെക്കണം. ഫുഡ് അടിക്കട്ടെ. ഫുഡ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഫുഡ് അടിച്ച് നമുക്ക് സ്ട്രിപ്പഡ് ഫുഡ് ഇപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഈ വില്ലേജേഴ്സിനെ കൊണ്ടുവരണം. നമുക്ക് റെയിൽ ഇതൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് പ്ലാൻസ് ആക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് സ്ലാബ് ഉണ്ടായിരുന്നു. സ്ലാബ് അതിൻ്റെ മേലെ കവർ ചെയ്യാൻ നമുക്ക് ആവശ്യം വരും. നമുക്ക് ഇവരെ വെച്ച് തന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഡയമണ്ട് ആർമർ ആക്കും. പിന്നെ ഡയമണ്ട് ആർമർ പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് എമറാൾഡ് ഒപ്പിക്കണം. പിന്നെ ഒരു സ്റ്റാക്ക് എമറാൾഡ് ബ്ലോക്ക് ആക്കണം. എന്നിട്ട് നമ്മൾ ഫുള്ള് സെറ്റപ്പ് ആവും. ഫുൾ സെറ്റപ്പ്. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ടാണ് ചിലപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ക്യാപ് കട്ട് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. അതൊന്ന് വിഷയമില്ല. നേഴ്സാണ് നിങ്ങൾ. ഓക്കെ, നമ്മൾ ഇവിടെ കയറട്ടെ. ഇവിടെ അടിയിലൊരു ബ്ലോക്ക് വെച്ച് നമ്മൾ മേലക്കരി. ഓക്കെ, മേലെ കയറ്റിയിട്ടുണ്ട്. ഇവിടെ അടക്കട്ടെ. ഞാൻ ഇവിടെ അടച്ചിട്ട് നമുക്ക് ഇവിടെ ഫുൾ അടക്കട്ടെ. അടിച്ചടിച്ചോ. ഇവിടെ അടിച്ചടിച്ചോ. ലാഗ് ഉണ്ടാവും ഗൈസ്. എടുക്കുക. ഞാൻ അവിടെ വെച്ചറിയാം, മിസ് ക്ലിക്ക് ചെയ്താണ്ട് പിന്നെ മേലെ ഫുള്ള് വെച്ച്. ഓക്കെ, ഇവിടെ കടച്ചടിച്ചടിച്ച് ഈ 2 ബ്ലോക്ക് ഞാൻ ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്നത് ഗൈസ്. അവിടെ വില്ലേജസിനെ തല പിടിക്കാണ്ട് സഫക്കേറ്റ് ആയി ചത്തുപോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, ഫുള്ള് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന്മാരെ ഉള്ളിലെത്തിച്ചാൽ മതി. പിന്നെ ബാക്കി ഒരു വിഷയമില്ല. നമ്മളിവിടെ പൊട്ടിച്ചാണ്ട് ഇവിടെ ഈ റെയിൽ വെക്കട്ടെ. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഇവന്മാരെപ്പോഴും ചാടിപ്പോകാനൊന്നും പറയാൻ പറ്റില്ല. ഇവർ അങ്ങനെ ആൾക്കാരാണ്. ഇവരെന്താണ് ചെയ്യുന്നത് ഇവർക്ക് പോലും അറിയില്ല.
ചെയ്യണ നമുക്കും അറിയില്ല. അതങ്ങനെ ഇതിൻ്റെ പ്രശ്നം. ഞാൻ ഇവിടെ റെയിൽ വെക്കട്ടെ കേസ്. റെയിൽ ഞാനിവരെ നേരെ വരെ ഇതിനുള്ളിലേക്ക് ആക്കിയാണ് വെക്കണേ. എന്നാൽ പെട്ടെന്ന് വരെ ഫസ്റ്റത്തെ ഇതിൽ വെക്കാം. ഫസ്റ്റ് നമ്മളെ സാമെ കട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതാണ് നമ്മളെ സാം. ഓക്കെ, ഇവിടെ പൊട്ടിക്കുക. ആൻഡ് നമുക്കിവിടെ റെയിൽ വെച്ച് ഇപ്പം വരെ തുറന്നു വിടണം. തുറന്നു കിട്ടോ. ഞാൻ അവിടെ ഇതൊക്കെ പറഞ്ഞു, മൈൻകാർട്ടൊക്കെ പറഞ്ഞു. സോറി അവനെ പിടിക്കടാ. അവനെ പിടി. ഇവനെ അടച്ചേക്ക. മറ്റവനെ നോക്കിയോ, മറ്റവനെ എന്തത് അതിനകത്താ. ഈഷ് എന്തൊക്കെയാണ് കേട്ടോ. ഇനി പറ്റൂ. അവനെ ഐഷ് റിട്ടേൺ പോയി. അവനെ കണ്ട തള്ളി ഇവന്മാർ തള്ളിക്കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവർ ട്രേഡ് മാറ്റും കേസ്. ഓക്കെ സെറ്റ്. അങ്ങനെ ഒരുത്തനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുത്തനെ ഇവിടെ എത്തി. നമ്മളെ ചെക്കൻ നമ്മുടെ ഇതായി ഇരിക്കണ് കണ്ട. ഞാനിവിടെ ഫുള്ള് ഞാൻ മൈൻഡ് ചെയ്ത് കളയട്ടെ. ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഇങ്ങനത്തെ റേറ്റ് മൈനിങ്ങിന് എന്താണ് നമുക്ക് കിടിലം വയ്യ പറഞ്ഞിട്ട് ബെഡ് വെക്കണതാണോ ബെസ്റ്റ് അല്ലെങ്കിൽ ഇതാണോ ബെസ്റ്റ് പറയും. TNT ആണ് ബെസ്റ്റ്. നമുക്ക് ക്രീപ്പർ ഫാം ഉണ്ടാക്കണം, പിന്നെ TNT നമുക്ക് പെട്ടെന്നുണ്ടാകും. പിന്നെ വൂൾ ഫാം ഉണ്ടാക്കണമെങ്കിൽ അതാണ് ബെസ്റ്റ്. വൂൾ ഫാം നമുക്ക് കുറച്ച് അത്യാവശ്യത്തിനുണ്ട്. പിന്നെ അതിലത്തെ കുറേ എനിക്ക് ഫുഡിന് വേണ്ടി ഞാൻ കുറേ ഇതിനെ കൊന്നിട്ടുണ്ട്. ആടിനെ, ഷീപ്പിനെ കുറേ കൊന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അത് വെച്ചിട്ട് നമുക്ക് മണ്ടത്തരൊന്നും കാണിക്കാതെ ഇവനെ ചെറിയൊരു തട്ട് കൊടുത്ത് നമ്മൾ നേരെ വണ്ടി കയറി. പോട്ടെ എന്താ പോകത്ത് എന്താ മോനെ പോയിട്ടുണ്ടായിരുന്നു ചെക്കൻ നേരെ അവൻ്റെ കൂട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കിത് ഫുള്ള് പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ചൂട് ഇതൊക്കെ ഫുള്ള് ക്ലിയർ ആക്കേണ്ടത്. ബാക്കിയൊക്കെ അവന് സെറ്റാക്കിക്കോളും. ബാക്കി വില്ലേജസ് നിങ്ങൾ ഓഫ്ലൈൻ നമ്മൾ ചെയ്യുന്ന കാരണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് കാണാം. അങ്ങനെ ഇതൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫുള്ള് സ്ലാബ് മണ്ടൻ്റെ മേലെ നമുക്ക് സ്ലാബ് വേണം. ഇത് ഫസ്റ്റ് ഇത് പൊട്ടിക്കട്ടെ. അവനത് പൊട്ടിച്ചിട്ടില്ല. ഇവിടെ വെക്കണം, അല്ലെങ്കിൽ എന്താ അറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ വെക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഈ വില്ലേജസിന് പ്രത്യേകത വെച്ചാൽ ഒരു ഫുള്ളി ഒരു ബ്ലോക്ക് ഒരു എന്താ വെച്ചാൽ നമ്മൾ ഒരു പ്ലെയർ പറഞ്ഞാൽ 2 ബ്ലോക്ക് ആയിട്ടുണ്ടാവുള്ളൂ. അതായത് ഈ വില്ലേജസ് പറഞ്ഞാൽ 2 ബ്ലോക്കിനെക്കാട്ടി കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടാവും. ഒരു കുറച്ച് ഹൈറ്റ് ഉണ്ടാവുള്ളൂ. അവന് കുറച്ച് നമുക്ക് ഫ്ലക്സിങ് ടേബിൾ ഉണ്ടാക്കാനുള്ള ഇത് വേണം. നമുക്ക് ഫ്ലക്സിങ് ടേബിൾ ഉണ്ടാകും. ഫ്ലക്ചറാക്കാനുള്ള നമുക്ക് കുറേ ടൂൾ സ്മിത്തിനുള്ള ഇതുണ്ട്. സ്മിത്തിങ് ടേബിളും ഉണ്ട്. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതുണ്ടാകും. ഫ്ലിൻറ്റ് റെയിലൊക്കെ എടുത്തുകിട്ടെ. റെയിൽ ഇതെടുത്തുകിട്ടെ. ബ്ലാസ്റ്റ് ഫേർണസ് എടുത്തുകിട്ടെ. ബാക്കിയൊക്കെ എടുത്തുകൂടെ. ഞാൻ കോയിമുട്ട പൊട്ട എല്ലാം ചവറാളൊക്കെ കളയട്ടെ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ നമ്മൾ വലിയ വൺ പ്രോഗ്രസ് ഈ കാര്യങ്ങൾ കാണാൻ പോകുന്നത്. വൺ പ്രോഗ്രസ് പറഞ്ഞാൽ നമ്മൾ വലിയ ഷുഗർ കെയിൻ ഫാം. വലിയ വലുത് തന്നെ, അത്യാവശ്യത്തിലധികം വലുത്. അത്യാവശ്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ ആരും അങ്ങനെ ഉണ്ടാക്കില്ല. പക്ഷെ എൻ്റെ പ്ലാനിൽ അത്യാവശ്യത്തിന് വലുതാണ്. കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ബട്ട് എൻ്റെ അറിവിലാണ് ഉണ്ടാക്കിയത് ഏറ്റവും വലിയ ഷുഗർ കെയിൻ ഫാം ഇതേക്കാരം. അത്യാവശ്യത്തിന് വലുതേക്കാരം. 4 സ്റ്റാക്ക് ഒബ്സർവറെ കാണാം. അതായത് 2-3 ദിവസം എന്താണെങ്കിലും എൻ്റെ ഉണ്ട് ഉറപ്പാണ്. ഓക്കെ, ഞാനിവിടെ ബെഡ് വെച്ചിട്ടുണ്ട്. ഇത് പൊട്ടിച്ചാണ് പുറത്ത് കയറട്ടെ. ഓക്കെ, എന്താ വെച്ചാൽ ഈ ഐഡിയ എന്ന് വെച്ചാൽ ഇതിൻ്റെ എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ വെച്ചാൽ ഇവർ ബെഡ് നമുക്ക് ഹൈഡാക്കിയാണ്ട്. പിന്നെ ജാവ പോലല്ല ഈ ബഗ് റോക്കിൽ നമ്മൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബഗ് റോക്ക് എഡീഷൻ്റെ കുറേ സംഭവങ്ങൾ ചെയ്യും. പക്ഷെ നമുക്ക് നമ്മൾ സഹിച്ച് കൊടുക്കണം, എന്നാലേ കാര്യമുള്ളൂ. ചമ്പ ചെയ്യാതെ പെട്ടെന്ന് വെക്കോ. പക്ഷേ നമുക്ക് ഒരു സൈഡ് വെക്കാനുള്ളതായിട്ടുണ്ട്. നമുക്ക് ഇനിയും വേണം. ഒരു 16 ഇങ്ങോട്ടോ നമുക്ക് ഒരു സാൻഡ് സ്റ്റോൺ 4 കണ്ടിട്ടാണ്. ഒരു സാൻഡ് സ്റ്റോൺ കറക്റ്റ് 16. നമുക്ക് ഫുൾ സാൻഡ് സ്റ്റോൺ ആക്കാം. ഓക്കെ, നമ്മളിങ്ങനെ സാൻഡ് സ്റ്റോൺ എന്തൊക്കെ പറയണേ. സാൻഡ് സ്റ്റോൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വില്ലേജർ കുട്ടന്മാരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫുൾ ഫസ്റ്റ് ടൈം നമുക്ക് ഈ ചെക്കനെ ആർമർ സ്മിത്ത് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇതന്നെ നമുക്ക് വേണ്ടത്. ഇതല്ല നമുക്ക് അടുത്ത ട്രേഡാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ലെഗിൻസും ചെസ്റ്റ് പ്ലേറ്റാണ് വേണ്ടത്. നമ്മളിനി മാക്സ് ആക്കിയാലേ വരെ അറിയുള്ളൂ എന്താ ചെയ്യണമെന്നൊക്കെ. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ട ട്രേഡ്. സെറ്റ് നമ്മൾ പെട്ടെന്ന് പോയി രാവിലെ ആക്കട്ടെ. ഞാൻ അവിടെ നിന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, കിടക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ ചെയ്യുന്ന കേസ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത എന്തെങ്കിലും കിടിലം ഇതിൽ കുറേ
ഇതിൽ ഞാൻ ഒറ്റ ഫാമേ ഞാൻ എൻ്റെ ട്യൂട്ടോറിയൽ നോക്കി ചെയ്തിട്ടുള്ളൂ, അത് നമ്മളെ അയൺ ഫാമ്. പിന്നെ ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു അറിവില്ല, ഞാൻ മുന്നൊക്കെ ഇതുണ്ടാക്കി ബെഡ് വില്ലേജർ ബ്രീഡർ, അതൊക്കെ എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്യാനാണ്. പിന്നെ ബാക്കിയൊക്കെ വില്ലേജസിനൊക്കെ പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൂ. അതൊക്കെ ചെറിയ കേസ്, നമുക്കൊക്കെ അത് വിഷയമില്ല. സാം എന്താ ഉറങ്ങാത്ത, പെട്ടെന്ന് സാം ഇങ്ങനെ ലാഗാക്കല്ല, പെട്ടെന്ന് ഉറങ്ങും. ഓക്കെ, ഞങ്ങൾക്ക് അത്യാവശ്യം ഗ്രൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് 4 സ്റ്റാക്ക് കണ്ടിട്ടോ ഒബ്സർവർ വേണം, എന്നാലും നമുക്ക് വലിയ ഷുഗർ കെയിൻ പോകാം. വലിയ ഷുഗർ ഉറങ്ങി നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ നമുക്ക് ആ ഫ്ലക്ചറിനും കൂടി സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ ഫ്ലക്ച്ചിങ് ടേബിൾ ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഫ്ലക്ച്ചിങ് ടേബിൾ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ വില്ലേജറിനെ കൊണ്ടു കൊടുത്ത് പണിയാണ്ട് കൊടുത്തിട്ടുണ്ട്. കൊടുക്കാൻ നമ്മൾ വണ്ടി ഓടി പോവുകയാണ്. അങ്ങനെ ഇതും കൂടെ ചെയ്താൽ ഇന്നത്തെ പരിപാടി എടുക്കുന്നത്. പക്ഷേ നമുക്ക് ഫ്ലക്ചേഴ്സിന് വെക്കണമെന്ന് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഞാൻ പിന്നെ കൂടുതലായിട്ടും നമ്മൾ പിന്നെ അയൺ ഫാം ഉണ്ടായതുകൊണ്ട് അയൺ പിന്നെ നമുക്ക് എന്താ ചെയ്യുക, റിച്ചല്ല, നമ്മൾ റിച്ച് നമ്മൾ പിന്നെ റിച്ച് ആവും. ഇത് ഇന്നത്തെ വീഡിയോ ചെയ്യണമെന്ന് നമ്മൾ വേറെ ലെവലിൽ നോക്കിയാൽ എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്ക് റൈഡ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ റൈഡൊക്കെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു വില്ലേജാണ്. കാരണം ഒരു വില്ലേജിൽ കുറച്ച് വില്ലേജേഴ്സും അതിലൊരു വില്ലേജർ എന്താവണം, ഒരു ഫാർമർ ആവണം. അപ്പോൾ നമ്മളെ ഓട്ടറൊക്കെ നമ്മളെ ചെക്കനെ വിളിച്ചിട്ടുണ്ട്. ഓട്ടറോ എന്നൊക്കെയാണ്, പക്ഷേ ഔട്ടറൊക്കെ നമ്മളെ ചെക്കനെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് ഷോർട്ടാക്കിയിട്ടേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഔട്ടർ എടുക്കാൻ നമുക്ക് നേരെ ഞങ്ങൾ കഴിച്ച് 111 ഡേയ്സ് അവൾ ഇതുവരെയായിട്ട് നമ്മൾ ഡയമണ്ട് ആർമർ ആയിട്ട് നമുക്ക് നമ്മൾ ചെക്കന് ഡയമണ്ട് ആർമർ വാങ്ങി കൊടുക്കണം. ഞാൻ ഈ വീഡിയോന് ശേഷമാണ് വാങ്ങി കൊടുക്കും ചെക്കന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.